ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് മക്രോണി, അതും ക്രീമി മക്രോണി. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ പാക്കറ്റിൽ മക്രോണീനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മക്രോണി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഈ ഒരു തിളച്ച് വേകുന്നൊരു പരുവായിട്ട് വരുമ്പോൾ നമുക്കതിനെ എടുത്ത് നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു സ്റ്റെയിനറിൽ സ്റ്റെയിൻ ചെയ്തെടുക്കാം. നമുക്ക് മക്രോണീനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഈ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കുക. ആ എടുത്ത ചിക്കനെ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസാണ് നമുക്ക് ഒഴിക്കേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾ വൈറ്റ് പെപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതായത് ഇഞ്ചിയുടെ ഒരു ചെറിയ പീസും വെളുത്തുള്ളി ഒരു 2 അല്ലിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 2 സവോള ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ചെറുതാക്കി അരിഞ്ഞ് ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുക്കിംഗ് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്യണത്. ഞാൻ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കുക്കിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസിൻ്റെ ക്രീമും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്രീമൊക്കെ ആഡ് ചെയ്ത് തരുന്ന ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടേസ്റ്റ് ഈ ഒരു മക്രോണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചീസ് ക്രീമും നമ്മുടെ കുക്കിംഗ് ക്രീമും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടി ആയപ്പോഴേക്കും ഈ ഒരു കളറിലേക്ക് മാറി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് മിൽക്കാണ്. ഞാനിവിടെ 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളതോ ഫാറ്റിൽ ഉള്ളതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വൈറ്റ് പെപ്പറും 1 സ്പൂൺ ബ്ലാക്ക് പെപ്പറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻ്റായ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത്രയും ഐറ്റംസും കൂടി വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റെയിൻ ചെയ്ത് വെച്ചിരുന്ന മക്രോണീനെ ഇട്ട് കൊടുക്കാം. ഈ മക്രോണിനെ നമുക്ക് ഈ ഒരു ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ക്യൂബ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇതിലൊന്ന് മെൽറ്റ് ആവാനും മിക്സ് ആവാനും വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടിയിട്ട് ആഡ് ചെയ്താൽ നമ്മുടെ ക്രീമി മക്രോണി റെഡി ആയിട്ടുണ്ട്.
സീരിയസ്ലി പറയാം, നിങ്ങളൊരു വൺ ടൈം ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ക്രീമും ബട്ടറും ചീസും എല്ലാം കൂടി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണല്ലോ, അത് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് മുമ്പ് മക്രോണി ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഡ്രൈ ആയിട്ടായിരുന്നു. ബട്ട് ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു, ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.